സാധാരണ ഇപ്പോൾ അടിമാലിയിൽ മഴയുണ്ടെങ്കിൽ അങ്ങോട്ട് മഴ കാണാൻ സാധ്യത കുറവ്. ഇവിടെയൊന്നും മഴ പെയ്തിട്ടില്ല. അടിമാലിയിൽ നല്ലപോലെ മഴയായിരുന്നു കുറച്ചു നേരമായിട്ട്. മഴയുണ്ട് ഗൈസ്, അത്യാവശ്യം നല്ലപോലെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു ബൈക്കുണ്ട്. ഞങ്ങൾ ഫുള്ള് ഗിയറപ്പായി ഇതായി. അവിടെ ഒരാൾ ഗിയറപ്പായി ഫുള്ള് തോര ഇറങ്ങിയത്. ക്യാമറ എന്തുമാത്രം ക്യാപ്ചർ ചെയ്യുന്നതെന്ന് അറിയില്ല. ഫുൾ തോര. മൂന്നാർ സൈഡിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി റിസ്കി. ഉരുൾപൊട്ടലിനും ഒക്കെ ചാൻസസ് ഉണ്ട്. ഇതൊക്കെ ഒരു ഓഫ് റോഡാണ് എൻ്റെ ഗോപു. വട 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 എടാ നിർത്തണ്ട, പൊക്കോട്ടെ പൊക്കോട്ടെ. അവനവനെ വണ്ടി ഇറക്കാൻ പേടി. ഞാൻ ഇറക്കി കൊടുത്തു. ഇനി കുത്തനെ മല കയറ്റണം. എൻ്റെ പൊന്നോ. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. അവർക്ക് നേരത്തെ വീട്ടിൽ കയറണം, ഇല്ലെന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് ട്രിപ്പിന് വന്നേനെ. സോ നമ്മളിപ്പോൾ നിലവിൽ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു, നേരെ അടിമാലിക്കുള്ള വഴിയിൽ കയറി. ഇനിയിപ്പോൾ നിലവിൽ ഫ്രണ്ടിലൊരു ഹോട്ടൽ വരും, അവിടെ കയറുന്നു. ആദ്യം ഫുഡ് അടിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അടുത്ത ലൊക്കേഷനിലോട്ട് നമ്മൾ പോകുന്നു. സോ ഇവിടെ ഞാൻ അധികം വ്ളോഗ് ചെയ്യുന്നില്ല. ഒരുപാട് വീഡിയോയിൽ നമ്മളിവിടെ ഒരുപാട് ലോങ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ കണ്ട വഴികൾ തന്നെയാണ് അതുകൊണ്ട്. സോ ഹോപ്പ്ഫുള്ളി കാണുന്ന എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വേണ്ട ലാസ്റ്റ് ടൈം വന്ന വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല വെള്ളമായിട്ടുണ്ട്. അത് അവിടെ നിന്ന് നിർത്തിയത്. ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോവാണ് നൈസായിട്ട്. സോ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റത്തില്ല, നല്ല രീതിയിൽ പബ്ലിക് കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ നല്ല രീതിയിൽ ട്രാഫിക്കുമാണ്. നമുക്ക് ട്രാഫിക് കൂടുന്നതിന് മുമ്പായിട്ട് ഇവിടെ നിന്ന് പോകാനുള്ള പരിപാടിയാണ്. ബിക്കോസ് എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് ട്രാഫിക് ആയി കഴിഞ്ഞാൽ എന്തായാലും ജാമായാൽ പിന്നെ 8ൻ്റെ വേറെ മണിയാവും. പിന്നെ നമ്മളൊരു സ്പെസിഫിക് ഹോട്ടലിൽ കയറാൻ ഒരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറാമെന്ന് ഓർത്താം. നമ്മളങ്ങനെ ഫൈനലി ഫുഡൊക്കെ അടിച്ചിട്ട് നമ്മളിപ്പം അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ്. സ്വർഗമേട് എന്ന് പറഞ്ഞൊരു ലൊക്കേഷനിലോട്ട്. അവിടെ എത്ര മണിക്ക് എത്താൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ പൊടിയുന്നുണ്ട്. ഒരുപാട് വലിയ മഴയൊന്നുമല്ല, ചെറിയ മഴ. ആൻഡ് നമ്മൾ ലാസ്റ്റ് ഫ്യൂവൽ ടാങ്ക് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഞാൻ ഒന്നുകൂടെ ഫുൾ ടാങ്ക് അടിച്ചു. ബിക്കോസ് ആവശ്യത്തിന് പെട്രോൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സേഫ്റ്റിക്ക്, കാരണം വല്ല മഴയോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു സേഫ്റ്റിക്ക് ഞാൻ അടിച്ചു. ആൻഡ് ഏകദേശം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പം എനിക്ക് കിട്ടിയ ഒരു മൈലേജ് 36 കിലോമീറ്റർ ആട്ടോ. സോ ഈ ഒരു ലോക്കലിൽ ഇത്ര ഓടിയിട്ടൊരു 36, ഇറ്റ്സ് റിയലി ഗുഡ്. ഐ ആം റിയലി ഹാപ്പി. 36 കിലോമീറ്റർ നോട്ട് ബാഡ് എന്നേ ഞാൻ പറയുള്ളൂ. അതും ഇത്രയും നമ്മൾ ഈ കയറ്റവും ഇറക്കവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു 36 മൈലേജ് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. സോ ഇന്നിപ്പോൾ നിലവിൽ നമ്മൾ ഗ്യാപ്പ് റോഡൊന്നും പോകുന്നില്ല. ബിക്കോസ് നമ്മൾ ഗ്യാപ്പ് റോഡിലേക്ക് വേറൊരു ദിവസം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നിലവിൽ സ്വർഗമേട് പോയിട്ട് നമ്മൾ ചിലപ്പോൾ സമയം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കുരുവിള സിറ്റി പോയി അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പ്ലാന്. എന്തായാലും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. നമ്മളിപ്പം അടിമാലി ടൗൺ എത്താറായി. സോ നമ്മൾ അടിമാലിയിൽ നിന്ന് റൈറ്റാണ് തിരിയുന്നത്. ഇവിടുന്ന് രാജാക്കാട് പോകാൻ വേണ്ടിയിട്ട് അടിമാലിയിൽ നിന്ന് റൈറ്റ് തിരിയും. അങ്ങനെ അടിമാലി മുതൽ ചെറുതായിട്ട് മഴയായി. പക്ഷേ നമ്മൾ സ്റ്റോപ്പാവുന്നില്ല. അറ്റ്ലീസ്റ്റ് അത്യാവശ്യം കയറി പോകാൻ പറ്റുമെന്ന് തന്നെയാണ് നോക്കുന്നത്. ബിക്കോസ് മഴ പെയ്യുന്ന നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ടൈമിൽ എത്താനോ എടുക്കാനോ പറ്റത്തില്ല. സാധാരണ ഇപ്പോൾ അടിമാലിയിൽ മഴയുണ്ടെങ്കിൽ അങ്ങോട്ട് മഴ കാണാൻ സാധ്യത കുറവ്. ഇവിടെയൊന്നും മഴ പെയ്തിട്ടില്ല. അടിമാലിയിൽ നല്ലപോലെ മഴയായിരുന്നു കുറച്ചു നേരമായിട്ട്. സോ എന്തായാലും നിലവിൽ നോക്കട്ടെ എങ്ങനെയാവുമെന്ന്. ബിക്കോസ് എനിക്ക് ഇന്നിപ്പോൾ സ്വർഗമേട് പോയേ പറ്റുള്ളൂ. ബിക്കോസ് ഇനിയിപ്പോൾ സ്വർഗമേട് പോകാനുള്ള ഒരു ടൈമിങ്ങും കാര്യങ്ങളും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ദാറ്റ്സ് വൈ. അപ്പോൾ എന്തായാലും നിലവിൽ ഇന്നിപ്പോൾ സ്വർഗമേട് പോയിട്ട് വരാനുള്ളൊരു പ്ലാനിങ് ആണ്. സോ ഒരുപാട് മഴ തോന്നുവാണെന്നുണ്ടെങ്കിൽ റെയിൻകോട്ടും കാര്യങ്ങളും എല്ലാം എടുത്തിടാം.
ഇപ്പം അങ്ങനെ വലിയ മഴയൊന്നും തോന്നുന്നില്ല എനിക്ക് ഒരുപാട്. പക്ഷെ നല്ല തണുപ്പായി, ഒന്നുകൂടെ തണുപ്പായി ഇവിടെ. പക്ഷേ അടിപൊളിയാട്ടോ ഈ ഒരു ക്ലൈമറ്റും. ഇങ്ങനെ വണ്ടി ഓടിക്കാനൊരു പ്രത്യേക വൈബാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കുഴപ്പമില്ല. സോ നിങ്ങൾക്ക് ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും വണ്ടി ഓടിക്കാമോ. മഴ കൂടുവന്നു തോന്നുന്നു. മഴയുണ്ട് ഗൈസ്, അത്യാവശ്യം നല്ല പോലെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. എന്തായാലും കുറച്ച് ദൂരം പോയി നോക്കാം. കാരണം ഇവിടെയൊക്കെ ചെറുതായിട്ട് ഇതുവരെ ഒന്നും മഴ പെയ്തിട്ടില്ല. നോക്കാം. കാരണം റോഡ് നിങ്ങൾ കണ്ടില്ല, റോഡ് ഓൾമോസ്റ്റ് നല്ല പോലെ ക്ലീനാണ്. ചെറിയ ഡ്രോപ്സേ ഉള്ളൂ. സോ വലിയ കുഴപ്പമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കാം എന്തായാലും. പണിയായി ഫുള്ള് മഴ. ഇവിടെ ഒരു ബൈക്കുണ്ട്, ഇവിടെ ഒരു ബൈക്കുണ്ട്. ഞങ്ങൾ ഫുള്ള് ഗിയഡപ്പായി ഇതായി. അവിടെ ഒരാൾ ഗിയഡപ്പായി. ഇനിയിപ്പോൾ നിലവിൽ ഇവിടെ നിന്ന് മാക്സിമം വിടാൻ വേണ്ടി നോക്കുവാണ്. ബിക്കോസ് മഴയത്ത് ഇങ്ങനെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ വിടാൻ വേണ്ടി നോക്കുക. എന്തായാലും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അമ്മാതിരി ഇഷ്ടമല്ലോ. സൂപ്പർ മഴ, സൂപ്പർ മഴയാണ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ റെയിൻകോട്ട് ഇടാതെ പോക്ക് നടക്കില്ല. സോ റെയിൻകോട്ടെല്ലാം ഇട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വിടുവാണ്. നോക്കട്ടെ ഇന്ന് സ്വർഗമേട് കാണാൻ പറ്റുന്നില്ലെന്ന് ഐ ഡോണ്ട് നോ, ബട്ട് വി വിൽ ട്രൈ ഡെഫിനറ്റ്ലി. സോ നമ്മൾ ആക്ച്വലി സ്വർഗമേട് പോയില്ല. ഭയങ്കര മഴയാണ്. അതുകൊണ്ടില്ല നമ്മുടെ വണ്ടി ഇവിടെ ഒരു ചായക്കട നിർത്തിയാണ്. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. സ്വർഗമേട് ആക്ച്വലി നമ്മൾ പോകുന്നില്ല. ബിക്കോസ് ഈ ഒരു മഴയത്ത് സ്വർഗമേട് പോകുന്നത് ഹെവി ഡേഞ്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകാനുള്ള വഴിയിലാണ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ അടിമാലി കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നു. നമ്മൾ ഫുഡ് കഴിച്ച സ്പോട്ടൊക്കെ കഴിഞ്ഞു. സോ ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. ബിക്കോസ് അതുപോലെ ഹെവി റെയിനാണ്. അപ്പം അവിടെ പോകുന്നത് ഭയങ്കര റിസ്ക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ പോകാതിരിക്കുന്നത്. സോ നമ്മൾ കണ്ട രാവിലെ ഇവിടെ വരെ വന്നതാണ്. സോ ഒട്ടും വെള്ളമില്ലായിരുന്നു. ഇപ്പോൾ കണ്ടോ ഫുള്ള് കോട ഇറങ്ങാനുള്ള അടിപൊളിയായിട്ടുണ്ട്. കോട കാരണം ഒന്നും കാണത്തില്ല. നിങ്ങൾക്ക് ലൊക്കേഷനുള്ള അടിപൊളിയായിട്ട് ഫുള്ള് കോട ഇറങ്ങിയപ്പോൾ ക്യാമറ എന്തുമാത്രം ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. ഫുൾ കോട അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളി. അതുകൊണ്ട് ഇവിടെ ഒരാൾ മടുത്തിട്ട് ഇരിക്കുന്നു. മഴ കാരണം ഫുള്ള് നമ്മുടെ വണ്ടിയുടെ ഇരിക്കുന്നു. അത്യാവശ്യം നല്ല വെള്ളമായിട്ടോ. അങ്ങനെ പോയപ്പോൾ ഒട്ടുമില്ലായിരുന്നു. ഇനി വന്നപ്പോൾ നല്ല വെള്ളമായി. ഫുൾ കോട ഇറങ്ങി. കാരണം മോള് വരെ കാണാനേ പറ്റുന്നില്ല കേട്ടോ. മഴയൊന്ന് ശാന്തമായി. ആൻഡ് കോട നല്ല പോലെ ഉണ്ട്, നല്ല പോലെ തണുപ്പുമുണ്ട്. നല്ല അടിപൊളി ക്ലൈമറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളി ക്ലൈമറ്റ് ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ അത്യാവശ്യം സ്പീഡിൽ പോകാനും പറ്റുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഓരോ ഇഡിയറ്റ്സ് ലേണർക്കാരുണ്ടല്ലോ, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഒന്നും നോക്കുന്നില്ല, ചുമ്മാ അങ്ങ് ചവിട്ടുക സ്പീഡിൽ പോയിട്ട്. കുറേ വണ്ടി വരുന്നുണ്ടോ, കാര്യങ്ങൾ വരുന്നുണ്ടോ, ഒന്നുമില്ല. സോ എത്തിയല്ലോ. സോ ഇതാണ് നേര്യമംഗലം പാലം. സോ നമ്മൾ ഇപ്പം എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കുളിക്കാൻ വേണ്ടി ഇറങ്ങുവാണ്. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. അത്യാവശ്യം നല്ല പോലെ വെള്ളമുണ്ട്.
ഒന്ന് കുളിക്കാൻ ഇറങ്ങാൻ ഒരു പ്ലാനുണ്ട്. ബട്ട് ഐ തിങ്ക് വെള്ളം അത്ര പോരാ, മോശമാണെന്ന് എനിക്ക് തോന്നുന്നു. സോ ഐ ഡോണ്ട് തിങ്ക് സോ ഇറങ്ങിയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ അത്യാവശ്യം വഴിയുടെ പണിയൊക്കെ നടക്കും കേട്ടോ. സോ ഇൻ ഫ്യൂച്ചർ നിങ്ങൾ വരുന്ന സമയത്ത് എന്തായാലും കുറച്ചുകൂടെ വഴിക്ക് വീതി കൂടാനും കാര്യങ്ങളൊക്കെ ചാൻസസ് ഉണ്ട്. ഒരു മഴ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ മൂന്നാർ ഒന്നുകൂടെ ബ്യൂട്ടിഫുൾ ആവുകയാണ് ചെയ്യുന്നത്. കാരണം എവിടെ നോക്കിയാൽ ആ പച്ചപ്പിൻ്റെ ആ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, ശരിക്കും ഒരു മഴ അങ്ങ് കഴിയുമ്പം ആ ഒരു സൗന്ദര്യം എടുത്ത് കാണിക്കും. മൂന്നാറിൽ ആ ഒരു ഏതൊരു നേച്ചർ ബ്യൂട്ടി പ്രദേശമാണെങ്കിലും ആ ഒരു സൗന്ദര്യം ഒരു മഴയ്ക്ക് ശേഷം എടുത്ത് കാണിക്കും. അതിവിടെ നമുക്ക് കാണാൻ കഴിയും. നല്ല അടിപൊളിയായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഉണ്ടല്ലോ നമ്മൾ രാവിലെ വന്നതിനേക്കാളും മനോഹരമാണ് ഇപ്പം. ഒന്നുകൂടെ മനോഹരമാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയാണ്. കാരണം ഞങ്ങൾ പല തവണയും വന്നിട്ടുണ്ട്, പല പ്രാവശ്യവും പല വണ്ടിയിലും വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ ചെറുപ്പം മുതലേ വരുന്നൊരു സ്ഥലമാണ് ഇവിടെ. കാരണം എൻ്റെ അമ്മ വീട് കുരുള സിറ്റിയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അവധിക്കാലങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. സോ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷവും ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് നമ്മൾ കറങ്ങിയിട്ടുണ്ട്. അതിലൊരു സ്ഥലമായിരുന്നു ഇന്ന് നമ്മൾ പോയ സ്ഥലം. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും നല്ല അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. കാരണം ഇനിയും നമ്മൾ മൂന്നാറിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ, ഇടുക്കിയിൽ ഒരുപാട് കാര്യങ്ങൾ വിസിറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. സോ നമ്മൾ ഇനിയും അത് വിസിറ്റ് ചെയ്യുന്നതായിരിക്കും, എടുക്കുന്നതായിരിക്കും. ആൻഡ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം സൂര്യനെല്ലി ഒന്ന് പോകണമെന്നാണ്. കുറേ നാളായിട്ട് ഇങ്ങനെ ആലോചിച്ച് വെച്ചേക്കുന്നതാണ്. ഇതുവരെ പോകാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ അടുത്തൊരു ട്രിപ്പ് എന്ന് പറയുന്നത് സൂര്യനെല്ലി ആയിരിക്കും. ഡെഫിനറ്റ്ലി ഐ ആം 100% ഷുവർ. ഇനിയിപ്പോൾ ആരും ഇല്ലെങ്കിൽ പോലും ഞാൻ ഒരു സോളോ സൂര്യനെല്ലി അടിച്ചിട്ട് വരാനും ചാൻസസ് കൂടുതലാണ്. കാരണം എല്ലാവരും തിരക്കായതിൻ്റെ ഭാഗമായിട്ടാട്ടോ. ട്രൂ ഇൻഫോ അവിടെ വഴി ചെല്ലുമ്പോൾ മനസ്സിലാവും. സോ അങ്ങനെ ഫൈനലി നമ്മൾ മൂവാറ്റുപുഴ എത്തി. അത്യാവശ്യം ഇവിടെ മഴ പെയ്തങ്ങ് പോയി, പക്ഷെ ചെറിയ തൂളലുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല പോലെ ട്രാഫിക്കുമായിട്ടുണ്ട്. സോ അവിടെ ആ പാലം വൺ വേ ആക്കി, ഇങ്ങോട്ടും ഇതും വൺ വേ ആക്കി. എന്തായാലും സത്യം പറഞ്ഞാൽ ഇതാട്ടോ നല്ലത്. അങ്ങോട്ട് പോകുന്നതിന് ആ പാലവും ഇങ്ങോട്ട് വരുന്നതിന് ഈ പാലം ആക്കുവാണെങ്കിൽ തന്നെ ഒരുപാട് ട്രാഫിക്ക് കുറഞ്ഞു കിട്ടും. ട്രാഫിക് പോലീസുകാർ ഇന്നിപ്പോൾ ചെയ്ത പോലെ എല്ലാ ദിവസവും ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും എന്ന് ഞാൻ പറയുള്ളൂ. ബിക്കോസ് ഒരു സൈഡിലോട്ട് ആക്കുവാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു വഴിയുണ്ട്, അതും ഇതുപോലെ തന്നെ വൺ വേ. അങ്ങോട്ട് പോകുന്നത് ആ മുകളിലോട്ടുള്ള വഴിയും ഇങ്ങോട്ട് വരുന്ന ഈ താഴേക്കോട്ടുള്ള വഴിയാണെങ്കിലും ഒരുപാട് ട്രാഫിക്ക് കുറഞ്ഞു കിട്ടും. അത് കംപ്ലീറ്റ്ലി ഒരു വൺ വേ ആക്കുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ വഴി നിറയെ മഴയായി ഗായ്സ്, ഒന്നും പറയണ്ട, നല്ലപോലെ മഴയായി. ഓഹോ, ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും മഴ പെയ്യുമെന്ന് ഇങ്ങോട്ട്. ബട്ട് മഴയാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ എന്തായാലും നിലവിൽ ഇനിയിപ്പോൾ ജാക്കറ്റും അതിൻ്റെ മുകളിൽ ലൈനറൊന്നും ഇടാനുള്ള സമയമില്ല. നമ്മളങ്ങ് വിട്ടടിച്ച് പോവുകയാണ്. എന്തായാലും നനഞ്ഞു. കാരണം മറ്റേ റെയിനിൻ്റെ ഇത് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും നേരത്തെ മഴയ്ക്ക് അത്യാവശ്യം നല്ലപോലെ നനഞ്ഞു. പാനിൻ്റെ എൻഡിങ്ങിലും ഒക്കെ ആയിട്ട് നനയും എടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ നിങ്ങൾ തിരിച്ചു പോകുന്നപ്പോൾ ചെറിയ കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഊരിയതിന് ശേഷം എന്തായാലും നനവുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നിർത്തിയിട്ട് റെയിൻ കോട്ടും കാര്യങ്ങളും ഇടുന്നില്ല. നേരെ എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന് എത്താനുള്ള പരിപാടിയാണ്. അതായിരിക്കും ബെറ്റർ. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഊരി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് നിർത്തിക്കൊണ്ടിരിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. ആൻഡ് ഇവിടുത്തെ മഴ എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് തിരിച്ചുള്ള മഴയാണല്ലോ. അപ്പോൾ ചിലപ്പോൾ ഫ്രണ്ടിലോട്ട് മഴ കാണാനുള്ള സാധ്യത ഇല്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പെട്ടെന്ന് വീട്ടിലെത്താനുള്ള പരിപാടി നോക്കട്ടെ. ഇവിടെ പഞ്ചായത്ത് തിരിച്ച് മഴ പെയ്യുന്നതുകൊണ്ട് ഇവിടെ ഇങ്ങോട്ട് മഴയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങോട്ട് മഴ പെയ്തിട്ട് പോലും ഇല്ല, ഒരു തുള്ളി പോലും പെയ്യുന്നില്ല. പിന്നെ മാക്സിമം നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഡിമ്മ് പോലും അടിച്ചു തരത്തില്ല ആൾക്കാർ. ഇത്ര കൂരിട്ടല്ലേ എന്ന് വെച്ചാൽ ബ്രൈറ്റ് അടിച്ചുകൊണ്ട് പോയാൽ മാത്രം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങോട്ട് മഴ അത് കണ്ടില്ല ഗൈസ്, ഒരു തുള്ളി പോലും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സ്റ്റോപ്പ് എടുക്കാമായിരുന്നത്. കാരണം പഞ്ചായത്ത് തിരിച്ച് മഴ പെയ്യാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ആൻഡ് ടു ബി ഓണസ്റ്റ് ഇന്നത്തെ ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു. പക്ഷേ ഒരു ഇതെന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമേട് പോകാൻ പറ്റിയില്ല. സോ നെക്സ്റ്റ് ടൈം എന്തായാലും സ്വർഗ്ഗമേട് പോകുന്നതായിരിക്കും. അതിനിപ്പം മഴ കഴിഞ്ഞിട്ട് സ്വർഗ്ഗമേട് പോകാൻ പറ്റുള്ളൂ. എന്തായാലും സൂര്യനെല്ലിക്ക് പോകാൻ വേണ്ടി ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ എങ്ങനെയാണ് വർക്കിറ്റ് ഔട്ട് ആവുമെന്ന് നോക്കട്ടെ. വർക്കിറ്റ് ഔട്ട് ആവുന്നതനുസരിച്ച് ഞാൻ നിങ്ങളോട് പറയാം എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ. അതിനിപ്പോൾ നിലവിൽ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ ഒരു 10-30 കിലോമീറ്റർ കൂടെ ഉണ്ട് വീട്ടിലോട്ട്.
സോ ഫാർ സോ ഗുഡ്. ഇന്ന് ടോട്ടൽ 238.4 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ചു മോർണിംഗ് മുതൽ 238.6 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ചു. റൈഡ് എക്സ്പീരിയൻസ് വാസ് ഓസം. KTM-ൽ റൈഡ് അടിപൊളിയായിരുന്നു. എനിക്ക് ഒരു പ്രശ്നവും തോന്നിയില്ല. ഐ ഫീൽ റിയലി കംഫർട്ടബിൾ. പിന്നെ നമ്മുടെ കൂടെ വന്ന പയ്യന്മാർ അവരുടെ ഫസ്റ്റ് റൈഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവരങ്ങനെ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായതുകൊണ്ട് സ്പീഡും കാര്യങ്ങളൊക്കെ കുറവായതിൻ്റെ ഇടയ്ക്കൊരു മടുപ്പും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തുള്ളൂ. പിന്നെ ഈ മഴ പെയ്തപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇതായി, അത്രേ ഉള്ളൂ. അതൊഴിച്ച് കഴിഞ്ഞാൽ ദ റൈഡ് വാസ് റിയലി എക്സലൻറ്റ്. മാമലക്കണ്ടം എനിക്ക് ആ ഫോറസ്റ്റ് സൈഡൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്താ മനോഹാരിത! ഒരു ഇതുപോലെയുള്ള സ്ഥലങ്ങളിലുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നത് വളരെയധികം നല്ലതാണ്. ഇടയ്ക്ക് പോയി അവിടെ പോയി കാണുക മാത്രമല്ല, ഒരു ദിവസമൊക്കെ സ്റ്റേ ചെയ്യുന്നതും നല്ല അടിപൊളിയാണ്. പിന്നെ നമുക്ക് ടൈം ഷോർട്ടാണ്, നാളെ കുറേ കാര്യങ്ങളുള്ളതിൻ്റെ ഭാഗമായിട്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാമായിരുന്നു. കാരണം ഇതുപോലത്തെ സ്ഥലങ്ങളിലുണ്ടല്ലോ ഫ്രഷ് ഓക്സിജൻ ഉണ്ട്, പ്യുവർ ആയിട്ടുള്ള ഓക്സിജൻ. പിന്നെ ആക്ച്വലി എൻ്റെ ഈ സ്വർഗമേട് കണ്ടിട്ട് വേറൊരു പ്ലാൻ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ മഴ കാരണം ഞാൻ മാറ്റി വെച്ചു. ബിക്കോസ് മൂന്നാർ സൈഡിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി റിസ്കി, ഉരുൾപൊട്ടലിനും ഒക്കെ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ സ്വർഗമേട് പോകണ്ട. കാരണം അത് കുറച്ച് ഉരുൾപൊട്ടുന്ന പ്രദേശത്തേക്കൊക്കെയാണ് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു വരവ് നടക്കത്തില്ല. പിന്നെ രണ്ടാമത് സ്വർഗമേടിലേക്ക് പോകുന്ന വഴി മഴ പെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കിയപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് ഒരുപാട് റിസ്ക് എടുക്കുന്നത് ശരിയല്ലെന്ന് ഓർത്തുകൊണ്ടാണ് ഇന്നിപ്പം നിലവിൽ വേണ്ട എന്ന് വെച്ചത്. എന്തായാലും ഇനി നെക്സ്റ്റ് ടൈം എന്തായാലും നമുക്ക് പൊളിക്കാം ഗൈസ്. ഫൈനലി അങ്ങനെ കൂത്താട്ടോളം കഴിഞ്ഞു, നേരെ കുറവളിങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സോ ഈ റോഡിൽ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിൽ ഞാൻ പറയാൻ മിസ്സായി പോയൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇങ്ങനെ ഡിം അടിച്ച് തരാത്തവരുണ്ടല്ലോ, ഒരു 10,000 രൂപ വെച്ച് പിഴ അങ്ങ് വെക്കണം. സീരിയസ് ആയിട്ട് പറയുക. കാരണം പല ആക്സിഡൻറ്റ്സും രാത്രി ഉണ്ടാകുന്നത് ഈ ഒരു ഹെഡ്ലൈറ്റ്, അതും ഇപ്പോൾ ഹെഡ്ലൈറ്റിന് വെട്ടം കുറവെന്നും പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം ആഫ്റ്റർ മാർക്കറ്റ് ബൾബായി കാര്യങ്ങളായി എന്തുമാത്രം സാധനങ്ങളാണ് പിടിപ്പിക്കുന്നറിയോ. അതുപോലെ ഫോർച്യൂണറിൻ്റെ ഫോഗ് ലാമ്പ് എടുത്ത് സിറ്റിക്ക് പിടിപ്പിക്കുക, അല്ലെങ്കിൽ സ്വിഫ്റ്റിന് പിടിപ്പിക്കുക. അതിങ്ങോട്ട് അടിച്ച് കയറുമ്പോൾ ഒന്നും കാണത്തില്ല. എന്നിട്ട് നേരെ എന്ന് ഇവൻ്റെയൊക്കെ ദേഹത്തോട് ഇടിച്ച് കയറി കഴിയുമ്പോഴത്തേക്ക് ഇവൻ പിന്നെ പറയാം, അയ്യോ ഞാൻ എൻ്റെ സൈഡിലായിരുന്നു, ഞാൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു റൂള് കൊണ്ടുവരണം. ഡിം അടിച്ച് തരാതെ വന്ന് വണ്ടി ഇടിച്ച് കയറി കഴിഞ്ഞാണ്ടല്ലോ, ഈ കാണാതെ വന്ന് ഇടിച്ച് കയറിയവൻ്റെ വണ്ടിയും നഷ്ടപരിഹാരം ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കണത്. എന്നാലേ ഇവനൊക്കെ പഠിക്കുള്ളൂ. ഒരു 10,000 രൂപ ഫൈനും വെച്ച് എന്നാലൊക്കെ ഇവന്മാർ പഠിക്കുള്ളൂ. കാരണം മോസ്റ്റ്ലി നമുക്ക് രാത്രി ഈ ഹെൽമെറ്റ് അടച്ചു വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലിയർ വൈസർ മേടിക്കുന്നത്, പിൻലോക്കുള്ളത്. ഈ സാധനം ഇങ്ങനെ അടിച്ച് കയറിയിട്ടുണ്ടല്ലോ, ഈ ക്ലിയർ വൈസർ ആണെങ്കിൽ പിൻലോക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ചെറിയൊരു ഗ്ലെയർ പോലെ അടിക്കും. ഒന്നാമത് വേറെ സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും വെട്ടമൊന്നും ഇല്ല. അതൊന്നും മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർ ഓപ്പോസിറ്റ് വരുമ്പോൾ ഒന്ന് ഒരു മാനുഷിക പരിഗണന കാണിക്കുക, അതൊന്നുമില്ല. കുറവലങ്ങാട് എത്തി ഗായ്സ്. സോ ഫാർ സോ ഗുഡ്. 265.4 കിലോമീറ്റർ ഓടി. സോ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും 269 കിലോമീറ്റർ, അപ്രോക്സ് 269 കിലോമീറ്റർ നമ്മൾ ഇന്നത്തെ രാവിലെ മുതൽ ഓടിയ ഓട്ടോ കേട്ടോ. 269 കിലോമീറ്റർ. സോ ഇവിടുന്ന് നമ്മൾ കുറവലങ്ങാടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തു, വീട്ടിൽ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ട്രിപ്പ് 0 ആക്കിയതാണ്. നമ്മൾ നേരെ മൂവാറ്റുപുഴ വഴി, കുതിരകുളം മൂവാറ്റുപുഴ വഴി നേരെ മാമലക്കണ്ടം ചെന്ന് ഫോറസ്റ്റ് വഴിയെല്ലാം കയറി അവിടെ എല്ലാം കറങ്ങി നമ്മൾ അടിമാലി കഴിഞ്ഞ് നമ്മൾ ആക്ച്വലി സ്വർഗമേട് പോകാൻ വേണ്ടി ഇരുന്നപ്പോൾ നിങ്ങൾക്ക് അറിയാലോ എന്താ സംഭവിച്ചതെന്ന്. സോ എന്തായാലും സ്വർഗമേട് ഉടനെ തന്നെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നതായിരിക്കും, പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ. ഇല്ലെന്നുണ്ടെങ്കിൽ മഴ കഴിഞ്ഞിട്ട് ഒന്ന് പോകുന്നതായിരിക്കും ഗൈസ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അടുത്തൊരു ട്രിപ്പ് എന്തായാലും പെട്ടെന്ന് തന്നെ ഉണ്ടാവും, അത് ഷുവറാണ്. സോ ലെറ്റ് സി. ഇനിയിപ്പോൾ നിലവിൽ വീട്ടിലേക്ക് അധികമൊന്നുമില്ല. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യുവാണ് ഗൈസ്. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അതുപോലെ തന്നെ നിങ്ങളുടെ എൻ്റെ 360 വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്തായാലും കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, 360യുടെ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണോ അഭിപ്രായം അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ചെറിയൊരു ബൈ ഗായ്സ്, സീ യു സൂൺ.